ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert. ഖത്തറിലൊക്കെ നമ്മുടെ പ്രവാസികളെ സന്തോഷിപ്പിക്കുക, അവരവിടെ ജോലി ചെയ്ത് ജീവിച്ച് ആരാധിക്കുന്ന ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ വളരെ ഒരു ജീവിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഒരാളുടെ സ്ഥലത്തേക്ക് നമ്മൾ പോയി അവരെ ആനന്ദിപ്പിക്കാൻ വേണ്ടി ഒരു ഷോ എടുത്ത് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതൽ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ തരത്തിലും ഒരു നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആ സ്റ്റേജിനെ കുറിച്ചാണ് എനിക്കറിയേണ്ടത്. സ്റ്റേജ് നമ്മൾ ഓപ്പണായിട്ട് കാണും, നെഞ്ചിലെടുപ്പി കണ്ടിരിക്കുന്ന സാധനമാണ്. അതിനെ കുറിച്ചുള്ളത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഭയങ്കര നല്ല ഒരു ഷോ ചെയ്യുന്ന ശബരീഷ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ എൺപതടി എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകളാണെങ്കിൽ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് 100 അടിക്ക് മുകളിലാണ് നമ്മുടെ ഇതിൻ്റെ വരുന്നത്. അത്രയും വീഡിയോ വെച്ചിട്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ ഇതുവരെ അങ്ങനത്തെ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലത്തെ സ്റ്റേജ് ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ സ്റ്റേഡിയം അത്രയും അനുഭവമാണ്. അപ്പോൾ അത്തരം സ്റ്റേഡിയത്തിൽ ചെയ്യുമ്പോൾ സ്റ്റേജ് മാനേജ് ചെയ്യും. അപ്പോൾ ഇതിന് ഇത്രയും 10 വർഷമുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം വേണം. കുറേയധികം കാര്യങ്ങൾ ബാക്കിലുണ്ട്. അതേപോലെ തന്നെ അതിനനുസരിച്ച് ആളുകളുടെ കോർഡിനേഷൻ, കാരണം ഒരു വലിയ സ്റ്റേജിലേക്ക് കൂടുതൽ ആളുകളുടെ വളരെ ഭംഗിയാവും. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കുക. നെഞ്ചിത്തന്നെ ഇതിനും 30 ഷോയൊക്കെ ഡയറക്റ്റ് അയച്ചാൽ ഈ ഷോയുടെ ഡയറക്ഷനൊക്കെ വരുമ്പോൾ ടാസ്ക് എന്തെങ്കിലും അല്ല, ശരിക്കും എന്നെ സംബന്ധിച്ചോളം നമുക്ക് ഈ ഷോ എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഷോയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പം ഞങ്ങൾക്ക് അസോസിയേഷൻ വേണ്ടിയിട്ട് അപ്പോൾ അസോസിയേഷൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിലാണ് ഞാൻ അതിൻ്റെ എന്നെ സഹായിക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ബ്ലസ്സിംഗായിട്ടുള്ളതാണ്. പിന്നെ ഈ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിംഗ് ഫോർത്ത് എല്ലാ ടെക്നീഷ്യനും സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരെല്ലാവരും കോർഡിനേഷൻ. ഇത് ഒരാളുടെ മാത്രമല്ല, എപ്പോഴും ഒരു ഷോ എന്ന് പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ബാലൻസ് സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ ടെക്നീഷ്യന്മാരുടെയും ഉച്ചക്കട്ടായ പ്രവർത്തനത്തിൽ മാത്രം ഒരു ഷോ ഉണ്ടാകും. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും പറ്റാതെ പോകണമെങ്കിൽ അത്രമാത്രം ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരു ശ്രമത്തിൽ അവരെല്ലാവരും കൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു നല്ല ഷോ ആയിരിക്കുന്നതാണ് എനിക്ക് പറയാൻ പറ്റും. അതൊക്കെ വ്യത്യസ്തമാണെന്ന് പറയുന്നത്. അത് ഷോ കണ്ടേ തീരുമാനിക്കണം. എന്തായാലും ഒരു കാര്യമുണ്ട്, ഈ 40 കൊല്ലമായി ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആളുകളെ രസിപ്പിച്ചുകൊണ്ട് പോകുന്ന മലയാള സിനിമയുടെ നട്ടലായിട്ടുള്ള നമുക്ക് ലാലേട്ടനാണ് വരുമ്പോൾ ആളുകൾ സന്തോഷം പോകുന്നുണ്ടേ. തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സന്തോഷം. മൂവികൾ മീഡിയയ്ക്ക് ഡിജിറ്റൽ സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ വന്നതിന് സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു. അപ്പോൾ നമുക്ക് 7-ാം തീയതി അവിടെ അവിടെ